ഹലോ. അപ്പോൾ നമുക്കിന്ന് ടോർട്ടും ക്രൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ടോർട്ട് ഇറ്റ്സ് എ ലെസ് സീരിയസ് റോങ്സ് ആർ കൺസിഡേർഡ് ആസ് പ്രൈവറ്റ് റോങ്സ്. ലെസ് സീരിയസ് ആയിട്ടുള്ള റോങ്സിന് എന്താണ് പ്രൈവറ്റ് റോങ്സ്, അതാണ് ടോർട്ട്. മോർ സീരിയസ് റോങ്സ് അതാണ് ക്രൈം. ഇൻ ടോർട്ട് ഇറ്റ്സ് എൻ ഒഫെൻസ് എഗെയിൻസ്റ്റ് ദ ഇൻഡിവിജ്വൽ. എന്താണ് ഒരു ഒഫെൻസ് എഗെയിൻസ്റ്റ് ദ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫെൻസിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. ഈ ഒഫൻസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഓർ സൊസൈറ്റി, ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ ക്രൈം എന്ന് പറയുന്നു. ഇൻ ടോർട്ട് ദ സ്യൂട്ട് ഈസ് ഫയൽഡ് ബൈ ദ ഇഞ്ചേർഡ് പേഴ്സൺ ഹിംസെൽഫ്. ടോർട്ടിൽ എങ്ങനെയാണ് ഇഞ്ചേർഡ് പേഴ്സൺ, ആർക്കാണോ ഇഞ്ചുറി പറ്റിയത് അയാൾ തന്നെയാണ് ഈ സ്യൂട്ട് ഫയൽ ചെയ്യുക. പക്ഷേ ക്രൈമിൽ അങ്ങനെയല്ല. ദ കേസ് ഈസ് ബ്രോട്ട് ബൈ ദ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് സ്വമേധയാണ് ഈ ക്രൈമിൽ സ്യൂട്ട് എടുക്കുക. ഇൻ ടോർട്ട് കോംപ്രമൈസ് ഈസ് ഓൾവേസ് പോസിബിൾ. ടോർട്ടിൽ എങ്ങനെയാണ് ലെസ് സീരിയസ് ആയിട്ടുള്ള റോങ്സ് ആണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും കോംപ്രമൈസ് എപ്പോഴും പോസിബിൾ ആയിരിക്കും. പക്ഷേ കോംപ്രമൈസ് ഈസ് പോസിബിൾ ഓൺലി ഇൻ സർട്ടൻ കേസസ് ഇൻ ക്രൈം. ക്രൈമിൽ എല്ലായ്പ്പോഴും കോംപ്രമൈസ് പോസിബിൾ ആവണമെന്നില്ല. അതിൽ ചില കണ്ടീഷൻസിൽ മാത്രമേ ക്രൈമിൽ കോംപ്രമൈസ് പോസിബിൾ ആവുള്ളൂ. ഇൻ ടോർട്ട് എ പേഴ്സൺ കമ്മിറ്റിംഗ് ടോർട്ട് ഈസ് ടോർട്ട് ഫീസർ. എന്താണ് ഒരു പേഴ്സൺ ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ടോർട്ട് ഫീസർ എന്ന് പറയുന്നു. ക്രൈമിൽ എങ്ങനെയാണ് ഏത് വ്യക്തിയാണോ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തത് അയാളെ ഒഫൻഡർ ഓർ ക്രിമിനൽ എന്നാണ് വിളിക്കുന്നത്. ഇൻ ടോർട്ട് ദ റോങ് ഡൂവർ പേ കോമ്പൻസേഷൻ ടു ദ ഇഞ്ചേർഡ് പാർട്ടി. ടോർട്ടിൽ ആരാണോ റോങ് ഡൂവർ അയാൾ കോമ്പൻസേഷനായിട്ട് ഇഞ്ചേർഡ് പാർട്ടി, ആർക്കാണോ ഇഞ്ചുറി പറ്റിയത് അയാൾക്കാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. പക്ഷേ ക്രൈമിൽ അങ്ങനെയല്ല. ക്രൈമിൽ ഫൈൻ ഉണ്ടാവും. ദ ഫൈൻ ഈസ് പെയ്ഡ് ടു ദ സ്റ്റേറ്റ്. ഈ ഫൈൻ എങ്ങോട്ടാണ് പോണത്? ഫൈന് സ്റ്റേറ്റിലേക്കാണ് പോണത്. അതേപോലെ ഇൻ ടോർട്ട് ദ റെമഡി ഈസ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസിനാണ് റെമഡി കൊടുക്കുന്നത്. ലിക്വിഡേറ്റഡ് ആണെങ്കിൽ അവിടെ റെമഡി ഉണ്ടാവില്ല. പക്ഷേ അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഡാമേജസിനാണ്. അൺലിക്വിഡേറ്റഡ് പറഞ്ഞാൽ എന്താ? എണ്ണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അളവ് എത്രയാണെന്ന് നമുക്ക് അതിൻ്റെ അളവറിയില്ല. അങ്ങനത്തെ ഡാമേജസിനാണ് റെമഡി പോസിബിൾ ആവുക. ഇൻ ക്രിമിനൽ ലോ ദ ക്രിമിനൽ ഈസ് പണിഷ്ഡ്. ഇതിലെന്താണ് ക്രിമിനൽ പണിഷ് ചെയ്യപ്പെടും. ഇതാണ് ക്രിമിനൽ ലോയിലുള്ളത്. ഇൻ ടോർട്ട് ഇറ്റ് ഈസ് അൺകോഡിഫൈഡ്. ടോർട്ടിലെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? അൺകോഡിഫൈഡ് ആണ്. അൺകോഡിഫൈഡ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ. ഈ ടോർട്ട് ലോയിൽ മുൻകാലത്തിൽ എഴുതി വെച്ച വല്ല റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. ടോർട്ടിൽ പ്രീവിയസ് ആയിട്ടുള്ള പ്രീസിഡൻസ്, പഴയ ജഡ്ജ്മെൻറ്റ്സ്, അതേപോലെ കേസ് ലോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുക. പക്ഷേ ക്രൈമിൽ അങ്ങനെയല്ല. ക്രൈമിൽ BNSൻ്റെ സെക്ഷൻസ് ഉണ്ട്. അതിൽ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന പോലെ എന്ന് കറക്റ്റായിട്ട് ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് BNSൽ. അപ്പോൾ ക്രൈമിൽ ഇറ്റ് ഈസ് കോഡിഫൈഡ്. അതാണ് അൺകോഡിഫൈഡും കോഡിഫൈഡും തമ്മിലുള്ള വ്യത്യാസം. ഇൻ ടോർട്ട് ഇറ്റ് ഈസ് ട്രയബിൾ ഇൻ സിവിൽ കോഡ്സ്. എന്താണ് ടോർട്ട് സിവിൽ കോഡ്സിലാണ് ട്രയബിൾ. ക്രിമിനൽ കോഡ്സിലാണ് ക്രൈം ട്രയബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇൻ ടോർട്ട് ഇറ്റ് ഈസ് മോണിറ്ററി കോമ്പൻസേഷൻ ഓർ ഡാമേജസ് ആർ അവൈലബിൾ. ഇഞ്ചേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ അതാണ് ടോർട്ടിൽ ലഭിക്കുക. പക്ഷേ ക്രൈമിൽ അങ്ങനെയല്ല. ഈ ആരാണോ ഡിഫൻഡൻറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഫൈനാണ് ലഭിക്കുക. ഇതാണ് ടോർട്ടും ക്രൈമും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടോർട്ടും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.